ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സെൽഫ് സ്റ്റാർട്ടറിൻ്റെ ബെയറിങ് സ്പ്രേ ക്ലച്ച് അസംബ്ലി മാറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്പ്രേ ക്ലച്ച് അസംബ്ലി മാറ്റി സെൽഫ് അടിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ്, യാതൊരു പിടുത്തമില്ലാത്ത മാതിരി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോട്ടർ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. വീഡിയോ അവസാനമായി കണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ കംപ്ലയിൻറ്റ്സ് വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങൾ ഈ സമയത്ത് മാറ്റണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ് ഉപയോഗിക്കുന്നവർക്ക് എല്ലാം ഒരു ഭയപ്പെടുത്തുന്ന ഒരു കേസാണ് സെൽഫ് സ്റ്റാർട്ട് എന്നുള്ളത്. നല്ലൊരു ചിലവ് വരും എന്നുള്ള അടിസ്ഥാനത്തിൽ വളരെ ഭയപ്പെട്ട് കിക്ക് സ്റ്റാർട്ട് മാത്രം ഉപയോഗിച്ചിട്ട് കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. ഇതുണ്ടല്ലോ, രണ്ട് സൈഡിലും കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വൺ സൈഡ് ലോക്കാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഫേസ് ഇങ്ങനെ വേണം. ഇത്രയും ക്ലീനാണ് ഫേസ് ഉണ്ട്, ഇതിൻ്റെ ഫേസ് ഉണ്ടാവുക. ഇവിടെ കണ്ടില്ലേ, സ്ക്രാച്ച് ആയിട്ട് നമ്മൾ സെൽഫ് ഉപയോഗിച്ച് അത് കംപ്ലൈൻ്റ് ആയിട്ട് വീണ്ടും ഉപയോഗിച്ചിട്ട് അത് സ്ക്രാച്ച് ആയി പോകണം. പക്ഷേ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ബെയറിങ് കിട്ടിയാൽ ലാസ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആ ബെയറിങ്ങിന് ഓരോ വർക്കിങ്ങിനും അത് ബെയറിങ്ങിന് തേയ്മാനം ഈ ഒരു സ്ക്രാച്ച് കൊണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീല് അസംബ്ലി അടക്കി മാറ്റുകയാണ് ഇതിലേറ്റവും നല്ല മാർഗ്ഗം. ഈ ഒരു സമയങ്ങളിൽ ബെയറിങ് മാത്രം മാറ്റിയാൽ മതി എന്നുള്ള ആണെങ്കിൽ ആ ബെയറിങ് മാറ്റുന്ന പൈസയും കൂടെ പോകട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് കാലം മാത്രം, അതായത് ആ വണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം വർക്ക് ചെയ്യുമ്പോൾ അല്ല 1-2 ആഴ്ച വർക്ക് ചെയ്യുന്ന ആ ബെയറിങ്ങിൻ്റെ പൈസയും പോവും. അത് രണ്ടാമത് നിങ്ങൾ ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. ഇതാണ് ബെയറിങ് വരുന്നത്. ബെയറിങ്ങിൻ്റെ ബോൾസാണിത്. തേയ്മാനം വന്ന് ഈ ഭാഗമാണ് വരഞ്ഞിട്ട് തേയ്മാനം വന്നത് ലോക്കാവാതെ രണ്ട് സൈഡും കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം സെൽഫ് അടിക്കുന്ന മതി യാതൊരു പൊടുത്തമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ഫേസും സ്ക്രാച്ച് ആയിട്ടുണ്ട്.
അപ്പോൾ ലൈറ്റായിട്ടൊക്കെ ഇതിൻ്റെ മുകളിൽ ശരിക്കും ലൈറ്റായിട്ട് വലിയ തടസ്സമൊന്നും ചെറിയ ഒരു പാട് മാത്രമേ വന്നുള്ളൂ എങ്കിൽ ലോക്കിംഗ് ബെയറിംഗ് മാത്രം റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ബെയറിങ്ങിന് 2 സംതിങ് ആണ് ഒറിജിനൽ ബെയറിങ്ങിന് വരുന്നത്. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ബെയറിംഗ് ഒരുപാട് വിലയിൽ അവൈലബിൾ ആണ്. ഇമ്പോർട്ടഡ് ബെയറിംഗ് ഉണ്ട്, ലോക്കൽ ബെയറിങ്സ് ഉണ്ട്. 400, 500, 600, 1000 രൂപ വരെ വില വരുന്ന നല്ല നല്ല ബെയറിങ്സ് ഉണ്ട്. നല്ല ബെയറിങ്സ്, ഇമ്പോർട്ടഡ് ബെയറിങ്സ്, ചില ബെയറിങ്ങൊക്കെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിംഗിളായിട്ടാണ് വണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ വേറെ ആരും ഉപയോഗിക്കുന്നില്ല. മാക്സിമം ന്യൂട്രൽ മാത്രം സെൽഫ് അടിച്ച് ഉപയോഗിക്കുക. അതേമാതിരി ക്ലച്ചോ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന വണ്ടിയാണ് എങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് ബെയറിംഗ് ഇട്ടാലും അത്യാവശ്യമൊക്കെ ഓടും കേട്ടോ. ചില ആളുകൾ ഇത് ഇളക്കിയിട്ട് ഇത് മാറ്റണം എന്നൊക്കെ പറയും. ഈ ചെറിയൊരു ഷെയ്ക്കിന് എഞ്ചിൻ അയച്ചിട്ട് ബുഷ് അടിക്കാമെന്ന് പറയും. അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അതിനൊന്നും ഒരു ആവശ്യമില്ല. ചെറിയൊരു ഷെയ്ക്ക് ഇതിന് ഉണ്ടാവും. വല്ലാതെ ഉണ്ട് ബുദ്ധിമുട്ടാക്കേണ്ട മാത്രം നോക്കിയാൽ മതി. ചെറിയൊരു ഷെയ്ക്കൊക്കെ ഇതിനുണ്ടാവുന്നതാണ്, എല്ലാ വണ്ടിക്കും ഉണ്ടാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതിൻ്റെ ഒരു ബുഷ് ആകെ ഒരു വണ്ടിക്ക് മാത്രമേ ചെയ്യേണ്ടത്. ഓവലായി പോയതിന് ശേഷമാണ്. അപ്പോൾ ഞാനിതിന് ഉപയോഗിക്കാവുന്ന ആഫ്റ്റർ മാർക്കറ്റ് ബെയറിംഗ് ആണ്. അപ്പോൾ കസ്റ്റമറിന് ഇത്ര ഒരു എക്സ്പെൻസ് താങ്ങാനാവാത്തത് കൊണ്ട് തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ബെയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. കാണിച്ചു തരാം. ഇതാണ് ആ ബെയറിംഗ് വരുന്നത്. ഇത് പല റൈറ്റിന് പല വെണ്ടർ ടൈപ്പാണ്. ഇത് പല പ്രൈസിൽ വിൽക്കുന്ന ആളുകളുണ്ട്. 2500, 2400, 2200 വിൽക്കുന്ന ആളുകളുണ്ട്. ഇത് നമുക്ക് തരുന്ന ആളുകൾ 6 month വാറണ്ടി പറയുന്നുണ്ട്. 6 month ഒക്കെ ഏതൊരു ബെയറിങ്സും നിൽക്കും കേട്ടോ. ഇതിൻ്റെ ബെയറിങ്, ഇതിൻ്റെ ഫേസ് നോക്കുകയാണല്ലേ. ഈ ഒരു ഫേസ് ഇത്രയും ക്ലീനായി എന്നാൽ തന്നെ ബെയറിങ് കറക്റ്റായിട്ട് പ്രോപ്പറായി തേയ്മാനില്ലാതെ രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇതാണ് ബെയറിങ് വരുന്നത്. അപ്പോൾ ഈ സ്പ്രിങ്, ഇതിൽ സ്പ്രിങ് ഉണ്ടല്ലേ, ഈ സ്പ്രിങ് ചെയ്ത് വർക്ക് ലൂസായി കഴിഞ്ഞാലും സ്പ്രാഗ് അടിക്കുന്ന സമയത്ത്, ക്ലച്ച് സെൽഫ് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് വരും. തുടക്കത്തിൽ ആ ശബ്ദമാണ് വരിക. പിന്നെ അത് ലൂസായിട്ട് വർക്ക് ചെയ്ത് ഇതിന് തേയ്മാനം വരും. തേയ്മാനം വരുമ്പം ആ ഒരു തേയ്മാനം ഇതിലേക്ക് വരും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ മറ്റേ സെൽഫ് അടിഞ്ഞാൽ കറങ്ങൂല. മറ്റേ അങ്ങനെ സെൽഫ് അടിക്കുന്ന വല്ലപ്പോഴും വർക്ക് ചെയ്യും, ചില സമയത്ത് ഒഴിവായി പോകും, ചില സമയത്ത് വർക്ക് ചെയ്യും. ആ കണ്ടീഷൻ ഉണ്ടാവുക. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ഈ ഒരു സെൽഫ് അടിക്കുന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ ഒരു സൗണ്ട് വരികയാണ്, ക്രാക്കിന് സൗണ്ട് വരികയാണെങ്കിൽ ഈ ഒരു ബെയറിങ് അയച്ചിട്ട് ബെയറിങ് മാത്രം മാറ്റി കൊടുക്കുക. വല്ലാതെ കൂടി വരുന്നുണ്ടെങ്കിൽ. ഈ ബെയറിങ് മാത്രം മാറ്റി കൊടുത്ത് അങ്ങനെ ഭാരിച്ചാലും ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മളിതിന് കൊടുക്കുന്ന 1600 രൂപയ്ക്കാണ് ഈ ഒരു ബെയറിങ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതായത് ഈ ബെയറിങ്ങിൻ്റെ പീസിന് റേറ്റ് വരുന്ന 1600 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ അത്രയും എഫക്റ്റീവായിട്ട് ചെയ്യണം, എനിക്ക് സെൽഫ് വേണം എന്നുള്ളതാണെങ്കിൽ മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തവർക്ക് ഓയിൽ തന്നെ ഉപയോഗിക്കാം. ഓയിൽ ഉപയോഗിച്ചാൽ 4, 5, 6 വർഷമൊക്കെ ഉപയോഗിക്കുന്നത് കിട്ടും. ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നൊന്നും പറയാൻ പറ്റും. ചില വണ്ടികൾക്ക് മാത്രം നല്ല രീതിയിൽ ഉപയോഗിക്കാം. ചില വണ്ടികൾക്ക് റഫായിട്ട് മാറി ഉപയോഗിക്കുന്ന ആളുകളാണ് ഒരിക്കലും ഇങ്ങനെ ആഫ്റ്റർ മാർക്കറ്റ് ബെയറിംഗ് ഉപയോഗിക്കുന്നത്. അതുപോലെ 500 cc ഒരിക്കലും ഉപയോഗിക്കരുത്. 500 ഓയിൽ മാത്രം ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.